അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ടൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ 6:25 നീറ്റിട്ടുണ്ട്. പണ്ടത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞൂടെ. കുറേ ദിവസം എടുത്തിട്ട് 6:25 നീറ്റിട്ടുണ്ട്. അപ്പോൾ അതവിടെ കറക്റ്റ് ഡേ 78 ആണ് ഇതവിടെ കാണാം. ഇവിടെ ഒട്ടിച്ചന്. അപ്പോൾ എൻ്റെ ഓവറോൾ ഡെസ്ക് വ്യൂ കാണുകയാണെങ്കിൽ ഇത് അങ്ങനെയൊക്കെയാണ്. അത് എത്രത്തോളം ബാക്കോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെയാണ് ഡെസ്ക് വ്യൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ നീക്കമൊക്കെ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം ഇന്നലെ എന്തായാലും നീക്കി കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് എന്തായാലും 6:30 നീക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കും ചെയ്തിട്ട് കോൾഡ് ഷവറൊക്കെ എടുത്തിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ അതിന് തന്നെ കുറച്ച് വർക്കൗട്ടാണ്. ഇവിടെ ഡമ്പലൊക്കെ വാങ്ങിച്ചിട്ട് 5 കിലോൻ്റെ ഇന്ന് എടുക്കരുത്. ഇപ്പോൾ 4 കിലോൻ്റെ പോലും ഒന്നുമില്ല. അത്ര കുറേ സൈഡൊക്കെ ചെയ്തിട്ട് നവംബർ 1 മുതൽ തുടങ്ങിയാണ് പിന്നെയും. അപ്പോൾ എന്തായാലും കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് കാണാം. സ്റ്റഡികളൊക്കെ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക, അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. സോ ഗൈസ് അപ്പോത്തിന് ഏരിയ ആയപ്പോത്തിന് വർക്കൗട്ടും പിന്നെ കോൾഡ് ഷവറും പല്ലൊക്കെ തെച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതൊന്നും ഉണ്ടാക്കിയില്ല. എന്താണ് ഇന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊന്നും ഉണ്ടാക്കിയില്ല. സാധാരണ ഞാൻ എല്ലാ ദിവസത്തിൻ്റെയും പിറ്റേന്ന് തന്നെ ഉണ്ടാക്കണമാണ്. പക്ഷെ ഇന്നലെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മര്യാദയ്ക്ക് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കണം. കാരണം അത്രയും ക്ലാസ്സസ് ഉണ്ട് പെൻഡിങ്. അത്രയൊന്നും ഇല്ല, കുറച്ചുള്ളൂ. എന്നാലും ഉണ്ടാക്കിയില്ല. ഇനി എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്സിൻ്റെ ലാസ്റ്റ് 3 പാർട്ട് ഡിഫറൻസിഫിക്കേഷൻ്റെ നോട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണ്ട്. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് പ്ലാൻ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ 3 നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ് ഏകദേശം ഒരു 8:35 ആയപ്പോത്തിന് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ പാർട്ടിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് രാത്രി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ തന്നെ ഒക്കെ നോക്കണ്ടല്ലോ. പിന്നെ 9 മണിക്ക് വേറെ തുടങ്ങണം. അപ്പോൾ ചായ അടിക്കാൻ പോകണം. അപ്പം എന്തായാലും വിശക്കുണ്ട്. അപ്പോൾ എന്തായാലും നേരെ ഇത് മടക്കി വെക്കട്ടെ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഡിഫറൻസിഫിക്കേഷനാണ് ഇന്ന് കഴിഞ്ഞത്. ഇപ്പോൾ ആ പാഠം വലിയ ടഫായിട്ട് തോന്നിയില്ല. പക്ഷേ ഇൻ്റഗ്രൽസൊക്കെ നല്ല ടഫായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയാം. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് കമൻറ്റ് ഇടുക. കുറേ ആൾക്കാരും എനിക്ക് തോന്നുന്നു +2 റിപ്പീറ്റേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചായ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ് നമ്മളിവിടെ ചായ അടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പത്തിരിയും പിന്നെ തക്കാളി ഉള്ളിക്കറി അല്ലേ. എന്താ കുറേ കാലത്തിന് ശേഷം ഞാൻ യൂട്യൂബ് സ്റ്റഡി വ്ളോഗ് ഉണ്ടതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പഠിക്കാൻ ഡീമോട്ടിവേഷൻ ആയിട്ടാണ്. ഇതെന്ത് ദോശയൊക്കെ ഒരിക്കലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. കുഞ്ഞാറ്റ ഗൈസ്, കുഞ്ഞാറ്റക്ക് എന്താ പറയണ്ടോ? പനിയോ? പനിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പനി എപ്പോഴാ വരിക? ചായക്ക് കുടിച്ച് 9:10 9:15 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്സിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു പാർട്ട് കണ്ട് അത് ഏകദേശം 2.5 മണിക്കൂറുണ്ട്. ഫിസിക്സ് മൂവിങ് ചാർജസ് 3.7 3.8 ഡേന് കാണണം. 1.25 മണിക്കൂറും പിന്നെ 1.25 മണിക്കൂർ കെമിസ്ട്രിയിലുണ്ട്. ഞാൻ എന്താണെന്ന് ഇത്ര കുറച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കുറച്ച് റിവൈസ് ചെയ്യണം. അത് മൊത്തം റിവൈസ് ചെയ്യണം. ഈ പാഠം തീർന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 റിവൈസ് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഇട്ടതും റിവൈസ് ചെയ്യണം. പിന്നെ ഡിഫറൻസിഫിക്കേഷൻ മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്സിൻ്റെ ചാപ്റ്റർ അതും ഫുള്ള് റിവൈസ് ചെയ്യാണ്ട്. അതിൻ്റെ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ജെയിൻ്റെ എന്തായാലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.
കാരണം അത്യാവശ്യം നല്ല ടഫാണ്. അപ്പോൾ കീമിൻ്റെ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് ജെയിൻ്റെ നോക്കണുള്ളൂ. കീമിൻ്റെ ഫുള്ള് ചെയ്യണമെന്നുണ്ട്. കീമിൻ്റെ പ്രീവിയസ് ബുക്ക് ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് നോക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ഇത് NTA കാൽക്കുലേറ്റർ ഒഴിവാക്കി തന്നെ. അപ്പോൾ ഒരുത്താൻ പറയാം അവിടെ ഇത് യെസ് ആക്കി കഴിഞ്ഞ ഇയർ ജെയ് അഡ്വാൻസ് 3 അറ്റംപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ മാറ്റി ഇപ്പോൾ ഇതാ കാൽക്കുലേറ്റർ. അപ്പോൾ ഒരുത്തൻ കമൻറ്റ് ഇട്ടുക നല്ല കോമഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ ഇനി ഓൺ സ്ക്രീൻ ChatGPT ആയിരിക്കും എന്ന് പറഞ്ഞ് ഇതേമാതിരി ഇങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ഇവർ എന്തറിഞ്ഞിട്ടാണ് പിന്നെ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഇവർ ഇതാക്കണേ എന്തൊക്കെയാണ് നടക്കുന്നത് NTAൻ്റെ അവിടെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 9:15 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ 1:10 1:15 വരെ സ്റ്റഡിയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബ്രേക്സ് ഒക്കെ എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എന്തായാലും 1:15 ഫുഡ് കഴിക്കാനാകുമ്പോൾ കാണാം. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 1:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂറിൻ്റെ ക്ലാസ് 3 മണിക്കൂർ എടുത്തിട്ടാണ് കണ്ടെടുത്ത്. പിന്നെ ഫിസിക്സ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1:15 ഇപ്പോൾ ചോറുന്നാൻ പോകണതാണ്. അപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സാധാരണ ഞാൻ ചോറ് കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. കാരണം ആ ടൈമിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വേറെ ടൈമൊന്നും അല്ലെങ്കിലും ചോറ് കഴിഞ്ഞാൽ പഠിക്കാനൊന്നും കഴിയില്ല. അപ്പോഴാണ് ഞാൻ കുളിക്കല്. പക്ഷേ ഇപ്പോൾ ഞാൻ കോൾഡ് ഷവർ എടുക്കാൻ വേണ്ടി രാവിലെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം. കോൾഡ് ഷവർ എടുക്കണം. കോൾഡ് ഷവർ എടുത്തപ്പോൾ നല്ല ഇതുണ്ട്, ഉന്മേഷമൊക്കെ ഉണ്ട്. ഇപ്പോഴും എന്നാലും കുറച്ചൊക്കെ ഉറക്കം വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ വന്നപ്പോൾ അവർക്കൊക്കെ പോയി. പിന്നെ ഇനിയിപ്പോൾ ചോറിനിട്ട് വരാം. ചോറിന് എന്തൊക്കെയാണെന്നൊക്കെ വെറുതെ കാണിച്ചു തരാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് എക്സ്റ്റൻഡ് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണുള്ളൂ, 1 മാസത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് എക്സ്റ്റൻഡ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും താഴത്ത് വിട്ട് വരാം. അപ്പോൾ ചോറിന് എന്തൊക്കെയുള്ളതൊക്കെയാണെങ്കിൽ മീൻകറി ഉണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പൊരിച്ച മീനും ഉണ്ട്, മീൻകറി ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപ്പേരി എന്തെന്താ ഉപ്പേരി വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചോറിന് കഴിഞ്ഞിട്ട് എന്തായാലും കാണാം ഒരു 2 മണിക്ക്. സോ ഗൈസ് അപ്പോൾ 2:05 ആയപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണാനുള്ള ഫിസിക്സ് ഞാൻ കുറച്ച് കണ്ടിരുന്നു. ഇനിയിപ്പോൾ കാണാനുള്ളത് 3.7 കുറച്ചും കൂടി ബാക്കിയുണ്ട്. 3.8 കൂടി കാണാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ തീരും. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രിയും കൂടി എന്തായാലും ഒരു 7 മണീൻ്റെ ഉള്ളിൽ തീർക്കണം. അത് കഴിഞ്ഞിട്ട് 7 മണി ഇട്ടിട്ട് ഒരു 10 മണി വരെ റിവിഷൻ നടത്തണം. ഇതിൻ്റെയൊക്കെ തന്നെ റിവിഷൻ. അത് കഴിഞ്ഞിട്ട് വേണം മറ്റേ ഇതിൻ്റെ സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സ്റ്റഡി. എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം 8 ആയിട്ടുണ്ട്. കുറച്ച് നേരം വൈകി വന്നിട്ട് പറയുകയാണെങ്കിൽ 6:30 വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചു. പിന്നെ 6:30 ആയപ്പോൾ ഒരുമാതിരി എന്താ അറിയില്ല, ഒരുമാതിരി പിന്നെ അങ്ങോട്ട് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ കാണാം ഫിസിക്സ് ഫുള്ളാക്കിയിട്ടുണ്ട്. കെമിസ്ട്രി 3.1ഉം 3.2ഉം കണ്ട്. 3.3 കാണുമ്പോഴത്തേനും ഒന്നും മനസ്സിലാവില്ല. കെമിസ്ട്രി ഓർഗാനിക്കായിട്ട് ഇപ്പം അങ്ങോട്ട് ഒന്നും മനസ്സിലാവില്ല. ഓർഗാനിക് ലാസ്റ്റിക്ക് ഗോക്ക് 2 തന്നെ അത്യാവശ്യം മനസ്സിലാവില്ല. അതിനോട് തന്നെ ഇപ്പോൾ ഹൈഡ്രോ കാർബൺസ് ഒന്നും അധികം മനസ്സിലാവില്ല. കുറേ റിയാക്ഷൻസ് ഉണ്ട്. അത് പഠിക്കാനാണ് നല്ല പാടുമാണ്. അപ്പോൾ ഒരു 6:30 ആയപ്പോഴത്തേന് നമ്മൾ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ ഫോട്ടോ ആദ്യം കൊടുത്തിരുന്ന അൽഫാം ജസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ അവിടെ എത്തി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയി ഇന്ന്. അത് കുഴപ്പമില്ല. ഒരു ക്ലാസ്സൊക്കെ മിസ് 26 മിനിറ്റിൻ്റെ ക്ലാസ്സാണ്. അത് നാളേക്ക് കാണാം. പക്ഷേ ഈ ഓർഗാനിക് നല്ല ഇതാവുന്നുണ്ട്. ഇങ്ങനെയെങ്കിൽ ഞാൻ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടേ പറ്റുള്ളൂ. ആർക്കെങ്കിലും നല്ല രീതിയിൽ ഓർഗാനിക് പഠിക്കാനുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഇനി എന്തായാലും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു 8 ആയിട്ടുണ്ട്. ഇനി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ 3 എണ്ണത്തിൻ്റെ ഇപ്പോൾ റിവിഷൻ കഴിയണം. ഒരു 10 മണീൻ്റെ ഉള്ളിൽ കഴിയുകയാണെങ്കിൽ 1.5 മണിക്കൂറിനോടൊന്നും കഴിയുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ഡിഫറൻസിഫിക്കേഷൻ്റെ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തിന് ഡേ കഴിയും. അപ്പോൾ എന്തായാലും ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ.
കീമിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടില്ലേനും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ്സ് ഒന്നും അത്ര ക്ലിയർ അല്ല ചില ക്വസ്റ്റ്യൻ്റെയൊക്കെ. പക്ഷേ കിട്ടിയ ഉത്തരം എഴുതിയ ഉത്തരം മൊത്തം ശരിയാണ്. അതാണ് കീമിൻ്റെ ഒരു ഇത്. എഴുതിയ ഉത്തരം മൊത്തം ശരിയാണ്. ജെയിൻ്റെ കേസിൽ എഴുതിയ ഉത്തരം ചിലപ്പം കുറേ തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം പല ഇതുണ്ട്. കീമിൽ കിട്ടിയ ഉത്തരം മൊത്തം ശരിയാണ്. പക്ഷേ ഫുള്ള് കിട്ടിയില്ല, കുറച്ചും കൂടി ഇട്ടുണ്ട്. 28 ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. 2014 2016 15 അധികം കിട്ടിയില്ല. അപ്പോൾ 11 22 ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ അന്ന് 78ാമത്തെ ഡേ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അവിടെ കാണാം 78ാമത്തെ ഡേ ഒരു സ്റ്റഡി വ്ളോഗ് എടുത്താൽ കുറേ ആൾക്കാർ സ്റ്റഡി വ്ളോഗ് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്റ്റഡി വ്ളോഗ് ഉണ്ടാവും തോന്നില്ല. ഞാൻ ഒരു ദിവസം എന്തായാലും ഇനി സ്റ്റഡി വ്ളോഗ് എടുക്കുക. ഇപ്പോൾ ഫോണും ഫ്രീ ഉണ്ടായിരുന്നു, അപ്പോൾ സ്റ്റഡി വ്ളോഗ് എടുക്കാൻ ചോദിച്ചിരുന്നു. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റഡി വ്ളോഗ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പറയുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 75% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നീക്കാൻ 6:30 തന്നെ നീറ്റിട്ടുണ്ട്. പിന്നെ പഠിക്കാനുള്ള ഏകദേശം കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു 6:30 വൈകുന്നേരം 6:30 ആയപ്പോഴത്തേന് ബ്രെയിൻ മൊത്തമായിട്ട് ഫോഗായ മാതിരി ഒന്നും പിന്നെ വർക്ക് ചെയ്യുന്നില്ല ബ്രെയിൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് നല്ലതാണ്. കാരണം എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് തലയ്ക്ക് ഇത് പിന്നെ കയറാതെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചെന്ന്. ഇപ്പോൾ വന്നിട്ട് പിന്നെ പഠിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു 2 മണിക്കൂർ പോയി, എന്നാലും കുഴപ്പമില്ല. അതിനോടാണ് ഞാൻ ഇപ്പോൾ 75% സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞത്. കാരണം സാധാരണ ദിവസം ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയത് ഏകദേശം 1:30 അപ്പോൾ ഇന്ന് നീറ്റത് 6:00. അപ്പോൾ 5 മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഒരുമാതിരി ബ്രെയിൻ ഫോഗ് അടിച്ചാൽ. പിന്നെ രാവിലെ കുറച്ച് ഉറക്കമൊക്കെ തൂങ്ങിയിരുന്നു. എന്നാലും ഉറങ്ങിയിട്ടൊന്നുമില്ല. മാക്സിമം ഞാൻ പിടിച്ചിരുന്നിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ 11:25 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ നിർത്തുകയാണ് സ്റ്റഡി വ്ളോഗ്. കാരണം ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടാസ്ക് മൊത്തം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ കാണാം, ഇതിലുള്ള എഴുതിയ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഇത് മാത്രം കംപ്ലീറ്റ് ആക്കിയില്ല, ഒരു കെമിസ്ട്രീൻ്റെ. അത് ഞാൻ പറഞ്ഞല്ലോ 6:30 അങ്ങനെ ആയി. അപ്പോൾ കുഴപ്പമില്ല. ചില സമയത്തൊക്കെ നമുക്ക് ബ്രേക്ക് എടുക്കാം. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ബോർ അടിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ബ്രേക്ക് എടുക്കാമെന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡേ. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല.